സൊല്യൂഷൻസ് നിങ്ങളുടെ സ്വന്തം കാർത്തിക മിസ് ആണ്. നാളെ നടക്കാൻ പോകുന്ന ഓണ പരീക്ഷ മലയാളം ഫസ്റ്റിന്റെ എക്സാമിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത്. അപ്പൊ ആരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ആൻഡ് ആ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. സോ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങൾ മിസ് പറഞ്ഞു തരാം. ആദ്യം തന്നെ മാതൃഭാഷാ പഠനവും വെല്ലുവിളികളും, അതിനെക്കുറിച്ച് പ്രഭാഷണം, ഉപന്യാസം ഒക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ആദ്യത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്റർ മാതൃഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ പ്രകാശ് രാജിന്റെ വാക്കുകൾ തരാം, അല്ലെങ്കിൽ നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ തരാം, ഗാന്ധിജിയുടെ വാക്കുകൾ തരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തിയുടെ മാതൃഭാഷയെ കുറിച്ചോ അല്ലെങ്കിൽ ഭാഷയെ കുറിച്ചുമുള്ള വാക്കുകൾ തന്നുകൊണ്ട് നിങ്ങൾക്ക് മാതൃഭാഷയെ പറ്റിയിട്ട് ഉപന്യാസം ചോദിക്കാവുന്നതാണ്. പ്രഭാഷണം അല്ലെങ്കിൽ ഉപന്യാസം, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രസംഗവും ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് വെക്കുക. എന്റെ ഭാഷ എന്റെ അഭിമാനം അല്ലെങ്കിൽ പഠനം മാതൃഭാഷയിൽ എന്നീ വിഷയങ്ങളിൽ ഉപന്യാസമോ പ്രഭാഷണമോ തയ്യാറാക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് ചോദ്യം വരും. പഠിച്ചിട്ട് പോവാ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഉപന്യാസം, പ്രഭാഷണം, പ്രസംഗം ഒക്കെ ഉള്ളിൽ എഴുതുന്ന രീതിക്ക് വ്യത്യാസമുണ്ടെങ്കിലും ഉള്ളിൽ കൊടുക്കുന്ന കോണ്ടൻസ് സെയിം ആയിരിക്കും. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്യങ്ങൾ, വരികൾ, ആ കാര്യങ്ങളെല്ലാം നേരത്തെ കൂട്ടി പഠിച്ചിട്ട് പോവാം. ഇനി നെക്സ്റ്റ് വൺ, റെസിഡന്റ് എഡിറ്റർ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് മാധ്യമരംഗത്തെ ആക്ഷേപഹാസ്യം, അതിനെക്കുറിച്ച് നിരീക്ഷണക്കുറിപ്പ് എഴുതാൻ ചോദിക്കാവുന്നതാണ്, നിരൂപണം എഴുതാൻ ചോദിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ വെങ്കിടേഷ് അയ്യങ്കാർ എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ നിരൂപണം ചെയ്യുക. കഥാപാത്ര നിരൂപണം നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കാവുന്നതാണ്. രണ്ടാമത്തത്, മാധ്യമരംഗത്തെ അധാർമിക പ്രവണതകൾ തുറന്നു കാണിക്കുന്ന കഥയാണോ റെസിഡന്റ് എഡിറ്റർ എന്ന് വിലയിരുത്തുക. പത്രരംഗത്തെ ദുഷ്പ്രവണതകളെ ആക്ഷേപഹാസ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് സമർത്ഥിക്കുക. ഈ രീതിയിലുള്ള ചോദ്യം, അതായത് ഇതാണ് നമ്മുടെ വിഷയം വരുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ജനറൽ ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. നിങ്ങളോട് സമർത്ഥിക്കാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാലോ അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാലോ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ അത് പഠിച്ചു വെക്കാം. നെക്സ്റ്റ്, അടുത്തത് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പാഠഭാഗത്തില് ഹംസത്തിന്റെ വിലാപവും കഥാപാത്രവും. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഹംസത്തിന്റെ വിലാപം. ഹംസം കരയുന്നല്ലേ, ആ ജനക മരിച്ചുപോയി, അതായത് എന്നെ പിടിച്ച് കൊന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ മരിച്ചുപോയി, അമ്മ ഒറ്റയ്ക്കാണ്, എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, പ്രസവം കഴിഞ്ഞ് കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഭാര്യയുടെ, എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഭാര്യയും മരിച്ചു പോകും, അങ്ങനെ ഒരു കുടുംബം അനാഥായി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഹംസം കരയുന്ന ആ ഒരു ഭാഗമില്ലേ, ആ ഭാഗത്ത് നിന്നുള്ള വരികൾ തന്നുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദ്യം ചോദിക്കാം. ആ വരികൾ തന്നുകൊണ്ട് ഹംസത്തിന്റെ അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളത് നമ്മളോട് ചോദിക്കാം. അവിടെ നിന്നും ഹംസത്തിന്റെ കഥാപാത്ര നിരൂപണം നമ്മളോട് ചോദിക്കാം. സ്വഭാവ സവിശേഷതകൾ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് നിന്നും ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓക്കെ, അപ്പൊ ഹംസത്തിന്റെ കഥാപാത്ര നിരൂപണം ചോദിക്കാം. അതുപോലെ തന്നെ അതെല്ലാം കേട്ട് കഴിയുമ്പോൾ നളൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, നളന്റെ സ്വഭാവ സവിശേഷതകൾ, നളന്റെ കഥാപാത്ര നിരൂപണം നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഹംസത്തിന്റെ കഥാപാത്ര നിരൂപണം അല്ലെങ്കിൽ നളന്റെ കഥാപാത്ര നിരൂപണം, ഈ 2 ഉത്തരങ്ങളും പഠിച്ചിട്ട് നാളത്തെ എക്സാമിന് പോയാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അന്നന്നത്തെ മോക്ഷം, നവമാധ്യമങ്ങളുടെ സ്വാധീനം, ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ എഴുതാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. മാതൃഭാഷയെ കുറിച്ച് നിങ്ങൾക്ക് പിന്നെയും ഒരു ഐഡിയയിൽ ഇങ്ങനെ എഴുതി പോകാൻ പറ്റുമായിരിക്കും. പക്ഷെ നവമാധ്യമങ്ങളുടെ സ്വാധീനം എഴുതി ഫലിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ പഠിച്ചിട്ട് പോവാം. കുറച്ച് പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏത് ചോദ്യം വന്നാലും ഉത്തരം എഴുതാലോ. അപ്പൊ നമുക്ക് താരതമ്യക്കുറിപ്പ് എഴുതാൻ ചോദിക്കാവുന്നതാണ്. അതായത് അന്നന്നത്തെ മോക്ഷം നമ്മൾ പഠിച്ച പാഠഭാഗം തരാം, അതുപോലെ തന്നെ ഇരിക്കുന്ന അതേ ആശയം വരുന്ന മറ്റ് ഏതെങ്കിലും കവിതയിലെ വരികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൃതിയിൽ നിന്നുള്ള വരികളൊക്കെ എടുത്തിട്ട് നമ്മളോട് ചോദിക്കാവുന്നതാണ്. എന്നിട്ട് താരതമ്യക്കുറിപ്പ് എഴുതാൻ ചോദിക്കും. അപ്പോൾ അന്നന്നത്തെ മോക്ഷം എന്ന കഥാസന്ദർഭവും അതുപോലെ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാർട്ടൂൺ തരാം. ഓക്കെ, ഒരു കാർട്ടൂൺ കൂടെ തന്നിട്ട് ഇതിന്റെ 2ന്റെയും സന്ദർഭവും ആശയവും ഒക്കെ നമ്മളോട് താരതമ്യം ചെയ്തിട്ട് എഴുതാൻ ചോദിക്കും. വിശകലനം ചെയ്ത് നവമാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നവമാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. വർത്തമാനകാല നവമാധ്യമ ജീവിതത്തോടുള്ള ശക്തമായ വിമർശനം എന്ന രീതിയിലും നമുക്ക് ഈ ഒരു ചോദ്യം ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത നോക്കൂ, കഥകൾ അതിമോഹനം. കഥകൾ അതിമോഹനത്തിൽ ഏറ്റവും പ്രധാനം എന്താണ്? കർണന്റെ
കഥാപാത്ര നിരൂപണം തന്നെയാണ്. അവിടെയും ദുര്യോധനൻ കർണനോട് അടുത്ത സേനാപതിയാകുമോ എന്ന് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് കർണൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ നിന്നും കർണന്റെ വരികൾ എടുത്തുകൊണ്ട് നമ്മളോട് ചോദ്യം ചോദിക്കും. ഓക്കെ, അപ്പൊ കർണന്റെ സ്വഭാവവും കാവ്യ സവിശേഷതകളും ചോദിക്കും. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരിയാണ്, എടാ നോക്കി വെച്ചോ, കർണസുഖം ഞാൻ പറകയില്ല ആരോടും. ഈ വരി എന്തായാലും ചോദിച്ചിരിക്കും, നോക്കി വെച്ചോ. ഈ വരികളെ മുൻനിർത്തി കർണൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. പഠിക്കാതെ പോവരുത്. അടുത്ത ചോദ്യം, എഴുത്തച്ഛന്റെ ആ ഒരു എഴുതുന്ന രീതി, എഴുത്തച്ഛന്റെ രചനകളുടെ സവിശേഷതകൾ പ്രഭാഷണമായി തയ്യാറാക്കുക. അദ്ദേഹത്തിന്റെ രചനാ സവിശേഷതകൾ മുൻനിർത്തിക്കൊണ്ട് കുറിപ്പെഴുതാൻ, ചിലപ്പോൾ ചെറിയ മാർക്കിന് കുറിപ്പെഴുതാൻ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വലിയ മാർക്കിന് പ്രഭാഷണമായിട്ടും നമ്മളോട് ചോദിക്കാവുന്നതാണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും എക്സാമിന് പഠിച്ചിരിക്കണം. റെസിഡന്റ് എഡിറ്ററിൽ നിന്നും വെങ്കിടേഷ് അയ്യങ്കാറിന്റെ കഥാപാത്ര നിരൂപണം എഴുതാൻ പഠിക്കണം. അവിടുന്ന് ആ ഒരു ആക്ഷേപഹാസ്യം, പത്രമാധ്യമ രംഗത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ വലിയൊരു മാർക്കിന്റെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം എഴുതാന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പഠിക്കണം. ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് കൂടെ സെറ്റ് ആക്കിയിട്ട് വേണം പോവാൻ. റെഡി അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസും പ്രഡിക്ഷൻ PDF-ഉം 3 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും നേരത്തെ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇനി വരുന്ന മുഴുവൻ സബ്ജക്ട്സിലും ഫുൾ മാർക്ക് നേടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഓണം എക്സാം സ്പെഷ്യൽ പ്രഡിക്ഷൻ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ RMS പ്രഡിക്ഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെറ്റീരിയൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഒട്ടും ഈ ഒരു ചാൻസസ് മിസ്സാക്കി കളയരുത്. അതിനുവേണ്ടി ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ താല്പര്യമുള്ള മക്കള് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് രാത്രി കൃത്യം 7:00 നമുക്ക് പ്രഡിക്ഷൻ ലൈവ് ഉണ്ട്. എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ലൈവിലേക്ക് എത്തിക്കോളൂ, നമുക്ക് സെറ്റ് ആക്കാം. ബൈ.